നമസ്കാരം. സ്റ്റോക്ക് ട്രിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. അപ്പൊ നമ്മൾ ഈ പാനിപ്പൂരി വെറുതെ എന്തിനാ കടയിലൊക്കെ പോയിട്ട് മറ്റുള്ളവർ ചവിട്ടി കുഴച്ചിട്ടുള്ള പാനിപ്പൂരി കഴിക്കണത് അല്ലെ? ഇപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചവിട്ടി കുഴച്ച് പാനിപ്പൂരി ഉണ്ടാക്കാം. അപ്പൊ ഇത് നമ്മൾ ഈ പാനിപ്പൂരി ഉണ്ടാക്കേണ്ടത് 3 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിന്റെ ആവശ്യമായിട്ടുള്ള പാനി, കാരാപാനി, അതാണ് ഉണ്ടാക്കുന്നത്. 3rd സ്റ്റേജ് വന്നിട്ട് അതിലേക്ക് കുറച്ച് മിക്സർ വേണം. അതുപോലെ 4th സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. 4th സ്റ്റേജ് വന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജിലാണ് നമ്മളിപ്പോ ഫുൾ ആയിട്ടുള്ള പാക്കേജ് ആണ് ചെയ്യുന്നത് ഇന്ന് പാനിപ്പൂരി. അപ്പൊ നമുക്ക് ഈ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൂരി ആദ്യം നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്, 1/4 ഗ്ലാസ് മൈദ, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ ആ പരുവത്തിലേക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ റവയും മൈദയും ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് മൈദ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നന്നായി നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയൊരു മൂടി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓയില് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വറുത്തെടുക്കാം. അപ്പൊ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പൂരി ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള പാനി, അത് വെള്ളം റെഡിയാക്കണം. അപ്പൊ അതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു കഷ്ണം ശർക്കര വേണം. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ 4 പച്ചമുളകാണ് എടുക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുളി. ഈ പുളി നമുക്ക് ഇതിൽ മിക്സിയിലാണ് ഇട്ടിട്ട് അടിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞ് എടുത്താലും കുഴപ്പമില്ല. കുറച്ച് പുതിനയില, മല്ലിയില, നല്ല ജീരകം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് നന്നായി അരിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ചാറ്റ് മസാല, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പാനിപ്പൂരിയുടെ പാനി തയ്യാറാക്കാൻ. വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് വേണം. അപ്പൊ ഞാൻ ഈ കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ആദ്യം ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വേവിച്ചെടുത്തിട്ടുള്ളൂ. പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, കുറച്ച് തക്കാളി അരിഞ്ഞത്, മല്ലിയില, ഉപ്പ്. ഇത്രയേ ഉള്ളൂ ഫില്ലിംഗ് വന്നിട്ട്. ഇനി ഇതിൽ നമുക്ക് പട്ടാണി വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രീൻ പീസ് ഒക്കെ വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേവിച്ച് ചേർക്കാം. ഞാനിപ്പോ ഇതിൽ ചേർക്കുന്നില്ല അത്. അപ്പൊ നമ്മുടെ
പാനിപ്പൂരിക്ക് കുറച്ച് മിക്സർ വേണം. അപ്പൊ ഇത് കുറച്ച് കടലമാവും അതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പൊ ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മിക്സർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മള് പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ കുറെ പേരായി പറയണു നിങ്ങൾ എന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ കഴിച്ചിട്ട് നിങ്ങൾ എന്നെ പറയണ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണത്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവും? നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം, എന്നാലേ ഞങ്ങൾക്കത് വിശ്വാസമാവുള്ളൂ എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് തെളിയിക്കണം അത് സത്യമാണോ എന്നുള്ളത്. അപ്പൊ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടീച്ചർ, ഇപ്പൊ ഞങ്ങളുടെ നെയ്ബറും കൂടിയായിട്ടുള്ള അവരുടെ മകനാണ്, ആയുഷാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ പയ്യനാവുന്നത്. വലിയ പയ്യനൊന്നല്ല, ചെറിയ പയ്യനാണ്. അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കുഞ്ഞെ കുട്ടീനെ പിടിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ ആളെന്നെ ഞങ്ങക്ക് കയ്യിൽ കിട്ടിയുള്ളൂ. ആയുഷ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ആയുഷ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഏകദേശം ടേസ്റ്റ് ഒക്കെ പറയാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആയുഷ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് പറയും. സത്യമായിട്ടും ഓക്കെ. അപ്പൊ ഞങ്ങക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതൊന്നല്ല കേട്ടോ. ഇനിയിപ്പൊ നിങ്ങളത് പറയും ചെറിയ പയ്യനെ വിളിച്ച് നിങ്ങളത് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാന്നൊക്കെ പറയും. അതൊന്നല്ല. ആളെ ഞങ്ങൾ ജസ്റ്റ് വിളിച്ചു ഒരു 5 മിനിറ്റ് ഇപ്പൊ വിടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി വിളിച്ച് കൊണ്ടുവന്ന് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. അപ്പൊ അത് നല്ല എരിവുണ്ടാവും, അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്റ്റോക്ക് ട്രിപ്പ് ചാനലായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.